നാടൻ കറികൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ മുരിങ്ങയില കറി ഇഷ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാടൻ മുരിങ്ങയില കറി ആയാലോ. മുരിങ്ങ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആദ്യം തേങ്ങ ചെരുവിയത്, 2 ചെറിയുള്ളി, അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ഈ ചില കറികൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളക് ഒന്ന് ഞാൻ കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ പച്ചമുളക് തയ്യാൻ പോയതാണ്, പക്ഷെ കിട്ടിയില്ല. ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എൻ്റെ അമ്മ കുരുമുളക് ഇടാൻ പറഞ്ഞു, പക്ഷെ ഞാൻ കുരുമുളക് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മുരിങ്ങക്കറിയാണ്. അമ്മ വേറെ രീതിയിൽ ഉണ്ടാക്കുക, ഈ അരപ്പാവില്ല അമ്മ ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് 2 കറികൾ ഇഷ്ടമാണ്. അപ്പം ഈ കറി കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് തന്നെ പറയാലോ. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അരച്ച് വയ്ക്കാം. ശേഷം നമുക്ക് കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഈ പരിപ്പ് ഒന്ന് വേവിച്ച് വയ്ക്കും. 3 ഘട്ടങ്ങളായിട്ട് നമുക്കിത് ചെയ്യാനാണ്. മുരിങ്ങയില നേരാക്കി വെക്കാം, അരപ്പരച്ച് വെക്കാം, പരിപ്പ് വേവിച്ച് വയ്ക്കാം. പിന്നെ കറി പെട്ടെന്ന് തയ്യാറാവും. ഈ ഒരു മുരിങ്ങയില കറിക്ക് ഒരു പ്രത്യേക സ്റ്റോറി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ വെക്കുന്ന കറി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മായിമ്മ ഇത് നന്നായിട്ട് മുരിങ്ങക്കറി വെക്കും. പരിപ്പ് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഥ കേൾക്കാം. പരിപ്പിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് മുരിങ്ങയില ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും ചെറിയുള്ളിയും അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴണ്ടി വരണം. 2 വെളുത്തുള്ളി ഇട്ടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കണം. അപ്പൊ കഥയിലേക്ക് പോയാലോ. എൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് യൂട്രസ് റിമൂവ് ചെയ്ത സമയം എൻ്റെ കുഞ്ഞ് പ്രായമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ സുമയ്യ എന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവള്. അവളുടെ അമ്മ എനിക്കൊരു കറി വെച്ചോണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുരിങ്ങയിലെ കറികളിലൊന്ന്. ആ രുചി കഴിഞ്ഞൊരു 10-12 കൊല്ലം മുന്നാണെന്ന് തോന്നുന്നു. എന്നിട്ടും എൻ്റെ വായിൽ നിന്ന് മാറാത്തൊരു രുചി ആ മുരിങ്ങയില കറിക്കുണ്ട്. ആ റെസിപ്പി ഞാൻ കുറേ തിരഞ്ഞെങ്കിലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അവരോട് നേരിട്ട് ചോദിക്കായിരുന്നു. ഇതുവരെ ഞാൻ അവരെ നേരിട്ട് എനിക്ക് ഈ റെസിപ്പി ചോദിക്കാൻ മാത്രമായിട്ടുള്ള സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവൾ വിളിക്കാറുണ്ട്, അവളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവള് ഹസ്ബൻഡ് വീട്ടിലേക്കും അമ്മോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഞാൻ ആ കറിക്ക് സാമ്യമായിട്ടൊരു കറി കണ്ടുപിടിച്ച് വെച്ച കറിയാണിത്. ഈ കറി എന്താ പറയുക, ഒരു 90% എനിക്ക് അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഒരു സത്യം. ചില കറികൾ അങ്ങനെയാണ്. നമുക്ക് ചില ഹോട്ടലിൽ പോയി കഴിച്ചതാണെങ്കിലും ചില വീടുകളിൽ പോയി കഴിച്ചതാണെങ്കിലും ആ രുചി നമ്മുടെ നാവിൽ നിന്ന് മാറില്ല അല്ലെ. അങ്ങനത്തെ മാറാത്തൊരു രുചിയാണ് ആ മുരിങ്ങയില കറി. ഇവിടെ ഇത് പറയാൻ ഒരു കാരണം, ഈ മുരിങ്ങയില വെക്കുമ്പോൾ അല്ലെങ്കിൽ മുരിങ്ങയില കറി കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ അമ്മയെ ഓർക്കാറുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മ എന്ന് മനസ്സിലുണ്ടാവട്ടെ അല്ലേ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൊതിയുള്ള സമയത്തോ അല്ലെങ്കിൽ വിശപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ വെച്ച് തരാൻ ആളില്ലാത്ത സമയത്തോ കിട്ടുന്ന കറികളുടെ രുചി അത് വല്ലാത്ത രുചിയായിരിക്കും. ചിലപ്പോൾ ആ സാഹചര്യം കൊണ്ടാവാം, എന്താണെന്നറിയില്ല, ആ രുചി മനസ്സിന്നും മാറാത്തൊരു രുചിയാണ്. അതുപോലെ തന്നെ വേറൊരു കഥയും കൂടി ഉണ്ട്, അത് നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുരിങ്ങയില വഴറ്റി വെക്കലാണ്. എൻ്റെ അമ്മ അങ്ങനെയല്ല വെക്കാറ്. അമ്മ വെക്കുന്നത് നേരിട്ട് പരിപ്പിലേക്ക് മുരിങ്ങയില ഇട്ടിട്ടാണ്. അപ്പൊ ഇത് വഴറ്റി വെക്കുക. വഴണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പരിപ്പിലേക്ക് ഈ മുരിങ്ങയില വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ചെറിയുള്ളിയും വറ്റൽമുളകും, നമ്മൾ പച്ചമുളകും വറ്റൽമുളകാണ് എരിവിന് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ കുരുമുളക് കൂടി അരച്ചാൽ കുറച്ചുകൂടി എരിവ് നമുക്ക് കിട്ടും. അപ്പം എനിക്ക് ഇത്രയും മതി എന്നുള്ളതുകൊണ്ടാണ് ഇതിലൂടെ ഞാൻ നിർത്തിയത്. ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ പരിപ്പും തേങ്ങയും കൂടിയുള്ള മിശ്രിതം ഉണ്ടല്ലോ, തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതിലേക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുരിങ്ങ ഇല കറി റെഡിയാണ്. അപ്പോൾ വഴണ്ടി വരുമ്പോൾ നമ്മൾ വറുത്ത പോലെ ആവരുത്, ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പരിവം. ചിലരത് നന്നായിട്ട് വഴറ്റി വരണ്ട, നമ്മൾ വറവ് ഉണ്ടാക്കില്ലേ മുരിങ്ങ വറുത്തത്, ആ ലെവലിലേക്ക് ആക്കാറുണ്ട്. നമുക്ക് അത്രയും വേണ്ട. നല്ല ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ഇരിക്കുന്ന ഈ മിശ്രിതം നന്നായി പിടിക്കുന്ന ലെവലിലേക്ക് വഴറ്റിയെടുത്താലും മതി. അതിന് കുറച്ച് സമയം നമ്മൾ ജസ്റ്റ് ഇളം തീയിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കത് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേക്കി വെച്ചിരിക്കുന്ന പരിപ്പും നമ്മുടെ തേങ്ങ അരച്ചതും കൂടിയുള്ള അടുത്ത സ്റ്റൗവിൽ തിളച്ച് വരുന്നുണ്ട്. അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
എൻ്റെ വീട്ടിൽ ഈ മുരിങ്ങക്കറി എനിക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ഇഷ്ടമാണെങ്കിൽ പിള്ളേർ ഇപ്പോഴും മുരിങ്ങയോടും കൂടെ യോജിക്കാറായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ ചാറൊക്കെ വെച്ച് കൊടുത്ത് കഴിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എന്തോ ഇലക്കറികളോടുള്ള താല്പര്യക്കുറവാണെന്ന് അറിയില്ല, കുട്ടികൾ എപ്പോഴും കഴിക്കാറായിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ വെറൈറ്റികൾ ട്രൈ ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. പണ്ട് നമുക്ക് ഈ കറികളൊക്കെ പ്രിയപ്പെട്ടതാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർക്ക് കറികളെ രുചി വേർതിരിച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ, അല്ലേ? അപ്പം ഇതുപോലെ നമ്മൾ ഈ മുരിങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അടിപൊളി മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. സീ യു.